എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് സവാള വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റുള്ളൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇത് ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇവിടെ ഞാനൊരു ബൗളിലോട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഓണിയൻ റിങ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി 1/4 കപ്പ് കോൺഫ്ലോറോട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി പൗഡറാണേ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെളുത്തുള്ളി നല്ലതായിട്ട് ചതച്ചെടുത്തത് അല്ലെങ്കിൽ അരച്ചെടുത്തത് അത് ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മാവ് കലക്കിയെടുക്കുമ്പോൾ ഒത്തിരി തിക്കായിട്ട് കലക്കിയെടുക്കരുത്. ദോശമാവിൻ്റെയൊക്കെ ആ പരുവത്തിൽ ലൂസി വേണം കലക്കിയെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരു വെള്ളം പോലെ ഇങ്ങനെ വീഴുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഒട്ടും കട്ടുകളില്ലാതെ നല്ലതായിട്ട് ഇതിനെ കലക്കിയെടുക്കുക. ഇവിടെ ഞാൻ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും സവാള നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ രീതി വേണം സവാള കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു വലിപ്പത്തിൽ വേണം സവാള കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി വീതി കുറച്ച് സവാള കട്ട് ചെയ്തെടുക്കല്ലേ കേട്ടോ. ഈ സവാളയിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. സവാളയിൽ ഒരു എണ്ണമയം പോലെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ മാവി മുക്കുമ്പോൾ മാവ് അത് പിടിക്കത്തില്ല, അങ്ങ് തെന്നിപ്പോരും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിതിൽ മൈദ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ സവാളയിലൊരു കോട്ടിംഗ് ആയിട്ട് ഈ മൈദ ഇരിക്കുമ്പോഴത്തേക്ക് മാവ് നല്ലതായിട്ട് അതേ പിടിച്ചിട്ട് നമുക്ക് നല്ലതായിട്ട് ഇത് മുക്കിയെടുക്കാൻ പറ്റും കേട്ടോ. സവാളയുടെ എല്ലാ ഭാഗത്തോട്ടും മൈദ ആവത്തക്ക രീതിയിൽ കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് ഇത് ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നൊരു സ്നാക്സാണിത്. അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിന്തിക്കും സവാള വെച്ചിങ്ങനെ ചെയ്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടോ, പക്ഷേ ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചവർ പിന്നെയും ഇതുണ്ടാക്കി കഴിക്കും. കാരണം അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത് കേട്ടോ. അപ്പോൾ സവാളയിൽ മാവെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. 3-4 ബ്രെഡ് എടുത്ത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ്. അങ്ങനെ എടുത്തേക്കുന്ന ബ്രെഡാണിത്. നമ്മൾ കലക്കി വെച്ചേക്കുന്ന മാവുണ്ടല്ലോ, ഈ മാവിലോട്ട് ഈ സവാള ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലതായിട്ട് ഇതിലിങ്ങനെ മുക്കിയെടുക്കുക. ഈ മുക്കിയെടുത്ത അണിയനെ ഇതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് ഇതിലോട്ട് മുകളിലോട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഈ രീതിയിൽ നമുക്കെല്ലാം ഉള്ളി ഇതുപോലെ ചെയ്തെടുത്തുകൊണ്ട് വരാം. സവാളയെല്ലാം ബ്രെഡിൽ ഇതുപോലെ ഞാൻ മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ എടുത്തിട്ട് ബോക്സിൻ്റെ അകത്തെടുത്ത് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ, ഫ്രീസറിൽ. അപ്പോൾ നിങ്ങൾക്ക് ചായ തിളയ്ക്കുന്ന സമയത്ത് ഇത് എണ്ണയിലോട്ടിട്ട് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. കാരണം നമ്മളെടുത്ത മാവ് കുറേ അധികം കാണും. അപ്പോൾ നിങ്ങൾക്ക് എത്ര സവാള വേണോ അത്രയും സവാള ഈ രീതിയിൽ നിങ്ങൾക്ക് ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. നമുക്കിനി ഇതെങ്ങനെ വറുത്തെടുക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ എണ്ണ ചൂടായിട്ട് കിടക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് സവാള അങ്ങ് ഇട്ട് കൊടുക്കാം. തീ മീഡിയത്തിലിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണേ, അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോകുമേ. ഇട്ട് കൊടുത്ത് അന്നേരം തന്നെ തിരിച്ചിടല് കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. മീഡിയത്തിലിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ കളറോ അതല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ബ്രൗൺ കളറോ നമുക്ക് ഇഷ്ടമുള്ള കളർ ആവുന്നതനുസരിച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഓണിയൻ റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. ഈ ഒരു പരുവായി വന്നാൽ മതി, ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകണ്ടല്ലോ. ഓണിയൻ റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയത് കേട്ടോ. നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ ഇത് മുക്കി പൊരിക്കുന്നത് കൊണ്ട് നല്ല ക്രിസ്പിയാണ്. അതൊരു അടിപൊളി ടേസ്റ്റും അതിൻ്റെ കേട്ടോ. നമുക്ക് ശരിക്കും ഒരു ഉള്ളിവടയൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീലാണ്. പിന്നെ സോസ് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഉള്ളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്.
അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.